നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇത് നായകൻ രോഹിത് ശർമ്മയ്ക്ക് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. കാരണം ആ മനുഷ്യൻ എന്തെല്ലാം തരത്തിലുള്ള അപമാനപ്പെടുത്തലുകൾക്കാണ് വിധേയനായിക്കൊണ്ടിരുന്നത് ഈ സമീപകാലത്ത്. അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റിലെ പെർഫോമൻസ് മോശമാകുന്നു, അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ഫോം മോശമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. അത് സ്വാഭാവികം. കളിയിലെ പെർഫോമൻസിനെ കുറിച്ചൊക്കെ അത് മോശമാകുമ്പോൾ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അത് അതിനപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അത് മോശം പ്രവണതയാണ്. അദ്ദേഹം തടിയനാണെന്ന് വിളിക്കുന്നു. അതൊരു വിമർശനം. തടിയനാണ്, വല്ലാത്ത വിമർശനമായി പോയി. അത് ആ വിമർശിച്ചവരെ കൊണ്ട് തന്നെ കൈയടിപ്പിക്കുന്ന പെർഫോമൻസ് ഇതാ ഫൈനലിൽ രോഹിത് ശർമ്മ നടത്തുന്നു. ആ വിമർശിച്ചവർ തന്നെ തിരുത്തി പറയുന്നു, ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് നയിച്ചു, ടീം ഇന്ത്യ കിടിലൻ വിജയം നേടി, കൺഗ്രാജുലേഷൻസ് രോഹിത് ശർമ്മ എന്ന് അവരെ കൊണ്ട് തന്നെ പറയിക്കുന്നു. ഇതിനേക്കാൾ വലിയൊരു ഹീറോയിസം വേറെയുണ്ടോ? ഇന്നലെ ആ സ്റ്റംപ് എടുത്തുകൊണ്ട് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും തമ്മിൽ ഇങ്ങനെ കളിക്കുന്നൊരു കാഴ്ച കണ്ടില്ലേ? സന്തോഷത്തിൻ്റെ ആ ഒരു പ്രകടനം. അപ്പോഴേ വിരാടിനോട് അദ്ദേഹം പറയുന്നത്, നമ്മളോട് വിരമിക്കാൻ ചിലർ പറയുന്നുണ്ട് എന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ പത്രസമ്മേളനത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഈ ഫോർമാറ്റിൽ നിന്ന് ഞാൻ വിരമിക്കുന്നില്ല, തുടരുകയാണ്, എല്ലാവിധ റൂമറുകളും അങ്ങ് മാറ്റിവെച്ചേക്ക് എന്ന് അദ്ദേഹം പറയുന്നു. ഭാവി പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഭാവി പ്ലാൻ ഭാവിയിൽ വരും, ഇപ്പോൾ ഇതങ്ങ് കണ്ടിന്യൂ ചെയ്തു പോകട്ടെ. അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ എല്ലാ വിമർശനങ്ങളെയും എല്ലാതരം പ്രതിബന്ധങ്ങളെയും തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം മറികടക്കുന്നു. ടീമിനെ അദ്ദേഹം എനർജൈസ് ചെയ്യുന്നു. ഇന്നലെ ക്യാപ്റ്റൻ എന്ന നിലയിൽ വളരെ മികച്ച പ്രകടനമാണ്. ആ ബൗളിംഗ് ചേഞ്ചുകളൊക്കെ കണ്ടില്ലേ? കുൽദീപിനെ കൊണ്ടുവന്നത്, ന്യൂസിലാൻഡിന് പണി കൊടുത്തത്, അതൊക്കെ അദ്ദേഹത്തിൻ്റെ മികവ് എടുത്ത് കാണിക്കുന്ന ഒന്നായിരുന്നു. തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ മുന്നിൽ നിന്ന് അദ്ദേഹം നയിച്ചു. അതിൻ്റെ ഫലമാണ് തുടക്കത്തിൽ നമുക്ക് കിട്ടിയ ഒരു കിടിലൻ സ്റ്റാർട്ട്. അതിൻ്റെ അടിത്തറയിൽ തന്നെയാണ് ടീം വിജയിച്ച് കയറിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ വിമർശനങ്ങളുടെയും വായടപ്പിച്ച് നേടിയിട്ടുള്ളൊരു വിജയമാണ്. രോഹിത് ശർമ്മ എല്ലാവിധ അഭിനന്ദനങ്ങളും അർഹിക്കുന്നു. ഹീറോയാണ് അദ്ദേഹം, ഒരു തർക്കവും വേണ്ട. ഇപ്പോൾ ബാക്ക് ടു ബാക്ക് ICC കിരീടങ്ങളാണെന്നേ. ICC ടൂർണമെൻറ്റുകൾ, ഏകദിന ടൂർണമെൻറ്റുകൾ അദ്ദേഹം നയിക്കുമ്പോൾ, കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മൾ എത്ര കളിയാണ് തോറ്റത്? ഒറ്റ കളി. അത് പക്ഷേ ഫൈനലിലായിപ്പോയി എന്നുള്ളത് നിരാശാജനകമാണ്. എന്നാൽ ഇവിടെ ചാമ്പ്യൻസ് ട്രോഫിയിലോ കളിച്ച എല്ലാ കളികളും 5 കളിയും വിജയിച്ച് കിരീടം ചൂടുകയാണ്. അന്ന് വേൾഡ് കപ്പിൽ തോൽപ്പിച്ചവരെ ഇവിടെ ഇട്ട് സെമി ഫൈനൽ കൊട്ടി വിട്ടിട്ടുണ്ട്. ഫൈനലിൽ നമ്മൾ കിരീടവും ചൂടിയിട്ടുണ്ട്. കഴിഞ്ഞ T20 വേൾഡ് കപ്പ് പലരും ഈ ഏകദിനം മാത്രം പറയുമ്പോൾ അതിനിടയ്ക്കുള്ള T20 വേൾഡ് കപ്പ് സൗകര്യപൂർവ്വം വിസ്മരിക്കാൻ നോക്കുന്നത് കാണാറുണ്ട്. അങ്ങനെ വിസ്മരിക്കേണ്ടെന്നേ. 2024 രോഹിത്തിൻ്റെ ടീം തന്നെയാണ് കിരീടം ചൂടിയത്, T20 വേൾഡ് കപ്പിൽ കിരീടം ചൂടിയത്. സോ ബാക്ക് ടു ബാക്ക് ICC കിരീടങ്ങളാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. നായകൻ എന്ന നിലയിൽ വേറെ ലെവലാണ് രോഹിത് എന്ന് അങ്ങ് സമ്മതിച്ചേക്കുന്നേ. നോക്കുക, ഇപ്പോൾ ICC T20 വേൾഡ് കപ്പിൽ ഒരു കിരീടം, ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു കിരീടം, അദ്ദേഹത്തിൻ്റെ മൊത്തം ഇപ്പം മുംബൈ ഇന്ത്യൻസിൻ്റെ കൂടി കണക്കുകൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുകയാണ്. ഇപ്പോൾ ഏഷ്യ കപ്പ് ഇന്ത്യൻ നായകനായിട്ട് 2 കിരീടങ്ങൾ, 5 IPL കിരീടങ്ങൾ, ഒരു ചാമ്പ്യൻസ് ലീഗ് T20 കിരീടങ്ങൾ. സോ അദ്ദേഹം വേറെ ലെവലാണ്, സമ്മതിച്ചേ പറ്റൂ. ഇനി എത്ര വലിയ വിമർശകരാണെങ്കിലും ഇതിന് കൈയടിച്ചേ പറ്റൂ. രോഹിത്ത് അദ്ദേഹത്തിൻ്റെ മികവ് എന്താണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഇടുക.